അവര് വന്ന് എത്തിയത് ഇവിടെയാണ്. ആ അമ്മയും മോളും ഇവിടെ വന്ന് കയറി. ഇവരറിയാതെ, അമ്മയും മോളും അറിയാതെ അവരുടെ പുറകിന് വന്നവര് അവരിവിടെ തന്നെ വന്ന് കയറി. അവര് രണ്ട് പെൺമക്കളും അമ്മയും കൂടെ അവിടെ വന്നത്. അവര് വന്ന് എന്റെ വന്നിട്ട് കരയുക, ബ്രദറെ ഇനി ഒരു സ്ഥലത്ത് വരുന്നെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എത്രമാത്രം തകർച്ചയുടെ കൊടുമുടിയിലാണ് ഞങ്ങൾ കിടക്കുന്നത്. അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ കാണുന്നു. ജോലി കിട്ടുന്നു, വീട് പുനരുദ്ധരിക്കുന്നു, പല മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ കാണുന്നു. ഇത് എവിടെ നിന്നാണ്, എങ്ങനെയാണെന്ന് ഞങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. അപ്പൊ അത്രമാത്രം കഠിന ഹൃദയത്തിനുടമ. ഇന്നലെ മെനഞ്ഞാന്ന് ഒരാളെന്നെ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ ഒരു ഡോക്ടറാണ്, വേറെ ഒരാൾ തന്ന നമ്പരാണ്, അതുകൊണ്ട് ആ നമ്പർ ശരിയാണോ എന്ന് സ്ഥിരീകരിക്കാനായിട്ട് വിളിച്ചാണ്. ഇന്നൊന്ന് വിളിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ആ വ്യക്തി ഇമ്മാനുവൽ എംബ്രോയിഡർ എന്ന് പറയുന്ന ഒരു ധ്യാനം തൃശ്ശൂർ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അവരുടെ തീക്ഷ്ണത ഒന്ന് നോക്കിയേ. വണ്ടിയും കൊണ്ട് ഓടി നടക്കുക ഒരേ സ്ഥലത്ത്, ആൾക്കാരെ പിടിച്ചുകൊണ്ടുചെല്ലാനായിട്ട് നാശത്തിലേക്ക് വിടാൻ. അവിടെ പോയ പല കുടുംബങ്ങളും ഇവിടെ വന്ന് വൻ പ്രശ്നത്തിന് അടിമപ്പെട്ട് അതിൽ വന്നിട്ട് പറയുന്ന അവിടെ ഇങ്ങനെയാണ് കൈയടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ഭൂമി കുലുങ്ങട്ടെ, ലോകം നശിക്കട്ടെ, ഭൂമി കുലുങ്ങട്ടെ, ലോകം നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ എന്ന് പറഞ്ഞാണ് കൈയടിച്ച് ആ സ്തുതിക്കുന്നു. അവര് പറയുന്നത് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. അവിടെ പോയിച്ച് വന്നവര് 5 മണിയാകുമ്പോഴേ ജനലും കഥവും എല്ലാം അടച്ചിട്ട് കട്ടിലിന്റെ കീഴിലേക്ക് കയറി ഇരിക്കുകയാണ്. ഇരുട്ട് വരാൻ പോവുക, ലോകം അവസാനിക്കാൻ പോകുന്നു പറഞ്ഞു. ഇങ്ങനെയുള്ള നാശം പോയി കണ്ടെത്തിയവര് വണ്ടിയും പിടിച്ച് ഓടി നടന്ന് ആളിനെ കൂട്ടിക്കൊണ്ട് പോയി അവിടെ കൊണ്ടുവന്ന് എത്തിക്കാൻ തയ്യാറാകും. രക്ഷയുടെ വഴി കണ്ടെത്തിയവര്, അനുഭവങ്ങൾ സ്വീകരിക്കുന്ന ആൾക്കാര് നിങ്ങളുടെ ചുറ്റോട്ടത്തിൽ കിടക്കുന്ന ഒറ്റ ഒരെണ്ണത്തിനോട് വാതോർന്ന് മിണ്ടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ആലപ്പുഴ എന്നൊരു കുടുംബം ഒരുപാട് പ്രശ്നമായിട്ട് തീർന്നതായിരുന്നവർ. ഒരേ ഒരു മകനേ ഉള്ളായിരുന്നു, ആകെ ഒരു മകൻ. രാത്രി 10 മണിക്ക് ഊണും കഴിഞ്ഞിട്ട് അവൻ പുറത്തോട്ടിറങ്ങിയപ്പോഴേ 2 പേര് മുമ്പും പുറവും ഓടുന്ന കണ്ട് അതിൽ ഒരുത്തൻ ഓടി വന്ന് ഇവന്റെ മുന്നിലാ വന്ന് വീണത്. പുറകിന് ഓടി വന്നവന് ഈ മുന്നിൽ വീണവനെ വന്ന് 3-4 കുത്ത് കത്തിക്കൊണ്ട് അവന്റെ മുമ്പിൽ വെച്ച് തന്നെ കുത്തിക്കൊന്ന്. ഈ കുത്തുകൊണ്ട് രക്തം മൊഴി പെടയുന്നവനെ കണ്ട് ആ നിമിഷം മുതൽ ഭയമായി. ആ ഭയം നിമിത്തം ഇവന് ഫിക്സ് വരാൻ തുടങ്ങി. ജന്നി എവിടെല്ലാം കൊണ്ടുപോയിട്ട് ഒരു പിടിയില്ല, ഒരു മാറ്റവുമില്ല, ഒരു വിടുതലുമില്ല. 15 വർഷം കൊണ്ട് തലവേദന ഉണ്ടായിരുന്ന വ്യക്തി ഇവിടെ വന്ന് ആ തലവേദന സുഖം പ്രാപിച്ച് ഇവിടെ തിരിച്ചു പോയി. എല്ലായിടവും പോയി കറങ്ങി തിരിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് അവരോട് ചെന്നിട്ട് ഇവര് ചോദിച്ച്, നിങ്ങൾ കായംകുളത്ത് എവിടെയോ പ്രാർത്ഥനയ്ക്ക് പോകുമെന്ന് പറയുന്നല്ലോ, അതൊന്ന് കാണിച്ചു തരാവോ, അഡ്രസ് തരാവോ? ഈ തലവേദന സുഖപ്പെട്ട പാർട്ടികള് ഒട്ടും ലജ്ജിക്കാതെ, ഒരു നാണമില്ലാതെ അവരോട് പറഞ്ഞു, ഇപ്പൊ ആ പ്രാർത്ഥന അവിടെ ഇല്ല, ആ പ്രാർത്ഥന അവിടെ ഇല്ല, പ്രാർത്ഥനയൊക്കെ നിർത്തിയെന്ന് പറഞ്ഞ് 15 ദിവസം കഴിയുന്നതിന് മുമ്പ് ഈ പയ്യൻ വെള്ളത്തിൽ വീണ് മരിച്ചുപോയി. ജന്നി വന്നു. ആ അമ്മയുടെ നെഞ്ച് നീറി പുകയുകയാണ്. ഈ പ്രാർത്ഥന നിർത്തിയെന്ന് പറഞ്ഞ പുള്ളിക്കാരി ഇവിടെ വന്നിരിക്കുന്ന 3 പെമ്മക്കളുണ്ട്. 3ഉം വേറെ കണ്ടവന്റെ പുറകിന് പോയി. 2 ഗർഭിണിയാണ്, അവിഹിത ബന്ധത്തിൽ ഗർഭം ധരിച്ച്. ഒരെണ്ണം പോയത് എവിടാണെന്ന് അറിയത്തില്ല. ഭർത്താവിന് വേറെ ഒരാളോട് അവിഹിത ബന്ധം. കരഞ്ഞു വിളിച്ച് പെണ്ണുമ്പിള്ള ഇവിടെ. ഞാൻ ചോദിച്ചു, നിങ്ങളെന്തിനാ ഇവിടെ വന്ന്? ഇവിടെ പ്രാർത്ഥന നിർത്തിയല്ലേ, ഇനി എന്താ ഇവിടെ കാര്യം? നിങ്ങളല്ലേ പറഞ്ഞ് ഇവിടെ പ്രാർത്ഥന നിർത്തിയെന്ന്. അന്നേരം പറഞ്ഞ അങ്ങനെ അങ്ങ് തോന്നിപ്പോ. ഞാൻ പറഞ്ഞു, ഇതിലേ തോന്നുന്നവർക്കുള്ള വഴി തിരിച്ചു വിൽക്കണം പറഞ്ഞേര്. നിങ്ങളുടെയൊക്കെ ജീവിതത്തില്
ഒരു എഴുമ്പേറ്റവും മാറ്റമില്ലാതെ ഇപ്പോഴും കിടക്കുന്നെങ്കിൽ മറ്റൊരു കാരണം ഇതിന്റെ പിന്നിലില്ല. നിങ്ങൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും നിങ്ങൾ ഹൃദയത്തിൽ ഒതുക്കാൻ തയ്യാറായിരിക്കുന്നതുകൊണ്ട് ഒരു പരിവർത്തനവും ഇല്ല, ഒരു മാറ്റവും വിടുതലും നിങ്ങളുടെ ജീവിതത്തിലില്ല. ദൈവം മഹത്വത്തിന് വേണ്ടിയിട്ട് ദൈവം മഹത്വപ്പെടുന്നത് നമുക്ക് കിട്ടിയ അറിവും ബോധ്യവും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എത്രമാത്രം ബന്ധുജോസുകാർ എത്ര ചാടി വീണ് വരുന്നു. എന്തെങ്കിലും അറിവുണ്ടോ? അവർക്ക് എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് വരുന്നത്. പാവം എന്തുവാണെന്ന് അവർക്ക് അറിയില്ല. യഥാർത്ഥത്തില് അവര് പറയുന്ന പാവത്തെ കുറിച്ചുള്ള എല്ലാ അവസ്ഥയും അറിവും കിട്ടി, ബോധ്യം കിട്ടി. എന്താണ് പാവം? അതറിയത്തില്ല. ഒരു മനുഷ്യന്റെ പാവത്തിന്റെ മൂല കാരണം ദ്രവ്യാഗ്രഹമാണ്. ദ്രവ്യാഗ്രഹമാണ് പാപം. അതാണ് തിരിച്ചറിയേണ്ടത്. അതവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് എപ്പ കണ്ട നേരം അവര് പൈസയുടെ പുറകിന്. എന്നിട്ട് അവര് തന്നെ പറയുന്നു ഞങ്ങള് പാവം ചെയ്യത്തില്ല. പാവം അവര് പറയുന്നത് മുങ്ങിയ പിന്നെ പാവം ചെയ്യത്തില്ലെന്ന്. മനസ്സിന് രൂപാന്തരണം വല്ലതും ഉണ്ടോ? ഉണ്ടോ? ഇത് വെള്ളത്തിൽ പോയി മുങ്ങിയാലൊന്നും രൂപാന്തരണം ഉണ്ടാകത്തില്ല മനസ്സിന്. എന്നിട്ട് അവര് ചാടിവിടെ നടക്കുക, വീട് കയറി ഇറങ്ങി പൊങ്ങെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് നടക്കുക. അതിന്റെ പുറകിന് ഇറങ്ങിത്തിരിക്കാനായിട്ട് ആൾക്കാര് ആവശ്യം പോലെ. എന്നിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു ഞങ്ങൾ ഇപ്പോഴാ കണ്ടത് കർത്താവിന്, ഇതുവരെയും കർത്താവ് കണ്ട് മറഞ്ഞിരിക്കുമായിരുന്നു. ചെകുത്താന്റെ കോട്ടയ്ക്കകത്ത് ചെന്നപ്പോഴാണ് ഞങ്ങള് കർത്താവിനെ കണ്ടത്. ഹല്ലേലൂയ. ദൈവ അരൂപിയിലൂടെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ മുഖത്ത് നോക്കത്തില്ല, മുഖത്ത് നോക്കാൻ പറ്റില്ല. ഇരുട്ടും വെളിച്ചോട് എന്ത് ബന്ധമുള്ളത്? എന്തെങ്കിലും ബന്ധമെല്ലാം ഉണ്ടോ? നമുക്ക് കിട്ടുന്ന അനുഗ്രഹം എന്ത് തന്നെയായിരുന്നാലും മറ്റുള്ളവരോട് സാക്ഷ്യപ്പെടുത്തുകയും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത്, മാറ്റങ്ങളിലേക്ക് വരുന്നത്. കാരണം ഒരാളെ നമ്മൾ ദൈവ പദ്ധതിയിലേക്ക് കൊണ്ടുവരുമ്പോഴ് സ്വർഗം ആനന്ദിക്കുകയാണ്. ഒരാള് രക്ഷയുടെ വഴിയിലേക്ക് വരുമ്പോഴും നമ്മള് പറയുന്നത് ബ്രദറെ അവിടെ കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചീത്ത വിളിക്കും, തെറി പറയും. എന്തിനാ കാരണമെന്നറിയാവോ? ഒരു ചീത്ത കേൾക്കുമ്പോ വേണ്ട ഒരേക്കർ അങ്ങ് കീറിപ്പോവും ഇല്ലേ? വയറോ നെഞ്ചോ പുറമൊക്കെ അങ്ങ് കീറി മുറിഞ്ഞ് പോകുന്ന പോലുള്ള അവര് തെറി പറയും, വഴക്ക് പറയും. എനിക്ക് കിട്ടിയ നന്മ ഞാനത് മറ്റുള്ളവർ ഇപ്പം ഞാൻ ഈ പറയുന്ന പ്രവൃത്തിയിലൂടെ നിലനിന്നില്ലെങ്കിൽ നിങ്ങൾ എവിടെ വന്നായിരിക്കുന്നു? എവിടെ വന്നിരിക്കും? എവിടെയെങ്കിലും ഇടമുണ്ടോ? ഞാനിങ്ങനെ കർത്താവിനോട് പറയാം, കർത്താവ് ഒട്ടും പാട്ടൊക്കെ നിർത്തി, ഇനി നമുക്ക് കോള് വേണ്ട, നിർത്തിയേക്കാം, ഈ ദൗത്യം ഉപേക്ഷിക്കേണ്ട തയ്യാറായാലും. പിതാവില്ലേ നയിക്കുന്നത്, പിതാവില്ലേ നടത്തുന്നത്. ഇവിടെ വായിക്കുന്ന ഉപകാരസ്മരണയും അപേക്ഷ കത്തുകളും വിടുതൽ കിട്ടുന്ന മാറ്റങ്ങളുമൊക്കെ ഒരേ ആഴ്ച നിങ്ങൾ വായിച്ചു കേൾക്കുകയാണ്. ഇത് നിങ്ങൾ ഓരോരുത്തരും ഈശോയെ രക്ഷകനായിട്ട് സ്വീകരിച്ചാണ് മനസാക്ഷിയോട് കൂടി പോകുന്ന വ്യക്തികളാണെങ്കിൽ ഇവിടെ ഇരിക്കാൻ ഇടം കാണില്ല, ഇവിടെ നിൽക്കാൻ ഇടം കാണത്തില്ല. എന്ത് പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സത്യം നമ്മളെ കണ്ണടച്ച് ഇരുട്ടാക്കുക. ഇവിടെ സത്യമല്ലാത്തത് കേട്ടപ്പോഴത്തേക്ക് അവര് കൊണ്ട് ഓടുക. ദൈവാത്മാവ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാല് എത്രമാത്രം എളിമയുടെ തലത്തിൽ വരാമോ അത്രയും എളിമയുടെ തലത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. ഞാനെന്ന ഭാവമൊക്കെ അവിടെ ഇല്ലാതാകുക. അദ്ദേഹം എന്നെ ഒന്നാമത് ഈ കൊടുത്ത നമ്പര് അദ്ദേഹത്തിന് വിശ്വാസമില്ല. അതുകൊണ്ടാ ഉടനെ എന്നെ വിളിച്ചു ചോദിക്കുന്നത്, ഈ നമ്പര് നിലവിലുണ്ടാണ്. അവിടെ ധ്യാനത്തിന് പോകുന്ന ആളാ, അവിടെ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പോകുന്ന ആളാ. അദ്ദേഹത്തിന് എന്നെ വിശ്വാസമില്ല. എന്നിട്ട് ആ ഫോണിലൂടെ വിളിച്ചു പറയാം, ഞാൻ ഡോക്ടറാണ്, ഞാനൊരു ഡോക്ടറാണ് വിളിക്കുന്നത്. അവിടെ നമ്മള് തുണിവീടിന്റെ കിട്ടിയിട്ട് ഓടിക്കോളെ വിളിക്കാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നാശത്തിന് വേണ്ടിയിട്ട് നമ്മള് എത്രമാത്രം സമ്മർദ്ദം ചെലുത്താനായിട്ട് തയ്യാറാകും ഇല്ലേ? ഇവിടെ വരരുതെന്ന് പറഞ്ഞ് വിലക്കാനായിട്ട് ആൾക്കാരുണ്ട്, പോകാൻ പറയാനായിട്ടുണ്ടോ? ഉണ്ടോ?
ഇവിടെ പോകരുത് പോകരുതെന്ന് പറഞ്ഞ് വിലക്ക് കേൾപ്പിക്കാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. എന്താ ഇവിടെ വരരുതെന്ന് പറയാൻ കാരണം? ഇവിടെ വരരുതെന്ന് പറയാൻ കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും പരിഹാരം ആവുകയാണ്, പല മാറ്റങ്ങളിലേക്കും മാറുകയാണ് ജനങ്ങൾ. ഇവിടെ വന്ന് കൗൺസിലിംഗ് കേട്ട് ഇന്നലെ ഈ കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ വെക്കേഷൻ ക്ലാസ് ആയിരുന്നു. 1ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കുള്ള ധ്യാനമായിരുന്നു ഇവിടെ ശനിയാഴ്ച. ഇവിടെ കൗൺസിലിങ്ങിനായിട്ട് എഴുതിയിട്ടായിരുന്നു പിള്ളേര്. ഇവിടെ വന്ന കുട്ടികളുടെ കൂട്ടത്തിലുണ്ട് 10-20 പെൺകുട്ടികളെങ്ങാണ്ട് കൗൺസിലിങ്ങിന് വേണ്ടി പേരെഴുതിയിട്ടത്. അവരുടെ മുമ്പിൽ നിന്ന് വിഷമിക്കാനും കരനുമല്ലാതെ മറ്റൊന്നും സാധിക്കുന്നില്ല. 13 വയസ്സുകാരി വന്നിരുന്നോണ്ട് പറയുന്നത്, ഞാൻ ഏതാണ്ട് ചെറിയ പ്രായം മുതലേ പ്രേമം തുടങ്ങിയതാ. ഇപ്പൊ ഞാൻ പ്രേമം തുടങ്ങിയിട്ട് 5 വർഷമായി. 13 വയസ്സുകാരി. ഈ 20 പേര് എഴുതിയിട്ട 20 പെൺകുട്ടികളും പ്രേമമില്ലാത്ത ഒറ്റ ആള് പോലും ഇല്ല. അവര് പറയുന്നത്, ഞങ്ങള് അതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല, ഒരു കാരണവശാലും മാറാൻ പറ്റത്തില്ല, അരുതാത്തതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയെന്ന്. വീട്ടിൽ അമ്മയും അപ്പനും ഒന്നും ഇല്ലാത്തപ്പോഴ് അദ്ദേഹം പ്രേമിക്കുന്ന ആള് വീട്ടിൽ വരും. അതുപോലെ തന്നെ പ്രേമിക്കുന്ന കാമുകനെ വിളിക്കും. അവരുടെ വീട്ടിൽ അപ്പനും ഒന്നും ഇല്ലാത്തപ്പോഴ് ബുക്ക് വല്ലതും മേടിക്കാനാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് വിളിക്കും. എന്നാലും അവിടെ ചെല്ലും. അപ്പൊ അവരോട് ചോദിച്ച് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാല്, ഗർഭിണിയാകുകയും ചെയ്താൽ എന്ത് ചെയ്യും? അത് ഗുളികയുണ്ടെന്ന് കടയില് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളിക കിട്ടും, അത് കഴിച്ചാൽ മതി, അത് പ്രേമിക്കുന്ന ആള് പറഞ്ഞിട്ടുണ്ടെന്ന്, അത് ചെയ്താൽ മതിയെന്ന്. നമ്മൾ ചിന്തിക്കുന്നിടത്തോ വിചാരിക്കുന്നിടത്തോ അല്ല ലോകം പോയി നിൽക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുക, ഇതിനകത്ത് 125 പിള്ളേരാണ് ഇവിടെ വന്നത്. അത്രയും കുട്ടികൾ വന്നതിനിടയ്ക്ക് 20 പിള്ളേരാണ് കൗൺസിലിങ്ങിനായിട്ട് പേരെഴുതിയിട്ട് വന്നത്. ഈ 20 കുട്ടികൾ ഇവിടെ വന്ന് ഇങ്ങനെയുള്ള കാര്യമായപ്പം നിങ്ങൾ പുറം ലോകം ചിന്തിച്ചു നോക്കി എത്രമാത്രം പൈശാചിക ബന്ധനത്തിന്റെ അടിമത്തത്തിലാണ്. പ്രേമത്തിൽ നിന്ന് വിട്ടുമാറാനായിട്ട് സാധിക്കുന്നില്ല അവർക്ക്. അവർ പറയുന്ന ഒരു കാരണവശാലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോഴങ്ങനെ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ട് കിട്ടിയത് കൊണ്ട് ഒരു തീരുമാനമെടുത്ത് ഇവിടെ വെക്കേഷൻ ക്ലാസ് ആയിട്ട് 10 വയസ്സിന് മേലോട്ടുള്ള കുട്ടികൾക്ക് ഒരു വെക്കേഷൻ ധ്യാനം നടത്താനുള്ള തീരുമാനമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ നടത്തിയപ്പോഴ് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് വേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് വെക്കേഷൻ ക്ലാസ്സിന് 10 വയസ്സ് മുതൽ മേലോട്ടുള്ള കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ധ്യാനം സംഘടിപ്പിക്കാനുള്ള തീരുമാനമുണ്ട്. അത് നിങ്ങളുടെ സഹകരണത്തോടുകൂടി മാത്രം. ഏറ്റവും കുറഞ്ഞ 50 കുട്ടികളെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചെയ്യുന്നുള്ളൂ, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് മറന്നേക്കുക. അപ്പോഴങ്ങനെ ധ്യാനം വേണം എന്ന് ആഗ്രഹമുള്ളവര്, പെൺമക്കളൊക്കെ ഉള്ളവര്, നിങ്ങൾ വിചാരിക്കുന്നത് അവര് നല്ല ഭക്ത വെറോനിക്കന്മാരെ പോലെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നെന്ന് പറയാൻ നിങ്ങൾ ഇരിക്കുന്ന ഇല്ല, വകുപ്പ. നിങ്ങളൊന്നും അറിയുന്നില്ല പ്രശ്നങ്ങള്. അവര് പറയുന്നത് രാത്രിയിൽ അമ്മയും പപ്പായും ഒക്കെ ഉറങ്ങിക്കഴിയുമ്പോഴ് മിസ് കോൾ അടിക്കുമെന്നേരം കഥവ് തുറന്നിട്ട് പതുക്കെ കഥവിന്റെ കുറ്റിയൊക്കെ എടുക്കുന്നത് തുണിയെടുത്ത് പിടിച്ചിട്ട് അത് നേരത്തെ തന്നെ അവര് എണ്ണയൊക്കെ ഒഴിച്ച് ഇടുവല്ലേ. എന്തിനാണ് കുറ്റിക്കകത്ത് എണ്ണ ഒഴിച്ചതെന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ട് വലിയ പിടുത്തം. അതുകൊണ്ട് അത് ലൂസാകാനായിട്ട് എണ്ണ ഒഴിച്ചിരിക്കുന്നത്. കാരണം അവൻ പറഞ്ഞ് രാത്രി വരും, അതുകൊണ്ട് അറിയാതെ കഥവ് തുറക്കണമെങ്കിൽ ഇതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടേക്കണം, അന്നേരം സൗണ്ട് കേൾക്കത്തില്ല. സൗണ്ട് ഉണ്ടാകാതിരിക്കാനായിട്ട് എണ്ണ ഒഴിച്ചിരിക്കുന്നു. എന്നിട്ട് അതിന്റെ സ്വരം വരാതിരിക്കാനായിട്ട് തുണി കൂട്ടിപ്പിടിച്ച് പിടിച്ചെടുത്താൽ മതി, എന്നിട്ട് സ്വരം കേൾക്കത്തില്ല. അമ്മ വായും തുറന്നു വെച്ച് കിടന്ന് ഉറങ്ങുക, അമ്മയുടെ മുമ്പിൽ കൂടെ മറികടന്ന് അങ്ങോട്ട് ഇറങ്ങില്ലെന്ന്. അമ്മ വിചാരിക്കുന്ന കുഴപ്പമൊന്നുമില്ല, മോള് യാതൊരു പ്രശ്നമില്ല, കിടക്കുകയില്ല. നേരമെടുത്ത് നോക്കുമ്പോഴാണ് മോള് നല്ല സുഖം ഉറക്കം, ഒരു കുഴപ്പമില്ല. ചിലപ്പാങ്കാലം വരും. എന്നിട്ട് പറയുന്നത് ജനലിന്റെ സൈഡിലോടെങ്കിലും നിൽക്കുകയും ചെയ്യുന്നത്. ഒരു ചലനം കേട്ടാൽ ഉടനെ തന്നെ ഓടി വരും. അന്നേരം
ഒരു ദിവസം ഓടി വന്നപ്പോ അമ്മ ഉണർന്നു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് മൂത്രം ഒഴിക്കാൻ പോയതാണ്, ബാത്റൂം അകത്തുണ്ട്, എന്നിട്ട് പുറത്തു പോയതാണ്. കള്ളം പറയുന്നതിന് പഞ്ഞം വല്ലതും ഉണ്ടോ? കള്ളം കാണിക്കുന്നതിനും പറയുന്നതിനും ഒരു പഞ്ഞവും ഇല്ല. അന്ധകാര ശക്തിയാണ് നയിക്കുന്നത്. ഇങ്ങനെയാണ് കാവട്യങ്ങള്. ഈ വന്ന കൂട്ടത്തില് പുരുഷനുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു ഒറ്റ വ്യക്തി പോലും ഇല്ല. 16 വയസ്സുകാരി പ്രേമിച്ചിരിക്കുന്നത് 30 വയസ്സുകാരന്. അവൻ ഗൾഫിലാണ്. എപ്പോ വന്നാലും ഒരേ സാധനങ്ങളെല്ലാം കൂടെ ഞാൻ ചോദിച്ചു, മോളെ നീ വിശ്വസിക്കുന്നവൻ വേറെ ഏതെങ്കിലും ഒരു കെട്ടിപ്പോവാണെങ്കിലോ? പറഞ്ഞില്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. ഞാൻ പറഞ്ഞു, നിന്റെ വിശ്വാസം അസ്ഥാനത്താണ്. പ്രേമം സമം പ്രാപിക്കുക. ഒരു പുരുഷൻ ഒരു സ്ത്രീയെയും ഒരു സ്ത്രീ ഒരു പുരുഷനെയും പ്രാപിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് പ്രേമം. സ്നേഹം നല്ലതിനെ വിളിക്കുന്നത്. സ്നേഹം സർവ്വതും സഹിക്കുകയും ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനെയാണ് സ്നേഹമെന്ന് വിളിക്കുന്നത്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് തയ്യാറാകാത്തതിനെയാണ് സ്നേഹമെന്ന് വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രേമക്കാര് പറയുന്നത്, അവര് പുരുഷന്മാര്, ആ പയ്യന്മാര് പറയുന്നത്, നമ്മളിനി ഒന്നിച്ചല്ലയോ, ഞാനേ കെട്ടത്തുള്ളു, നീ വേറൊരാളെ കൊണ്ട് ഇതിനെ കെട്ടിക്കത്തില്ല, അതുകൊണ്ട് നീ മൊത്തം എന്റേതാ. അങ്ങനെ അവരിങ്ങനെയുള്ള പ്രശ്നത്തിൽ ചെന്ന് വീണു പോകുന്നത്. അവരിവിടെ വന്നിരുന്നുണ്ട് കാര്യങ്ങളെ കുറിച്ച് കേട്ടു കഴിഞ്ഞപ്പോ കരയാൻ തുടങ്ങി. മിക്കവാറും എല്ലാം കണ്ണുനീരോടുകൂടിയാണ് അവിടെ വരുന്നത്. അത് ചോദിക്കുന്നത്, ഞാൻ ചെയ്ത പാപം ക്ഷമിക്കുവോ ദൈവം? 6-ാം പ്രമാണ ലംഘനമാണ് ഞാൻ ചെയ്തത്, ക്ഷമിക്കുവോ ദൈവം? അത് നിനക്കൂടെ വേണ്ടിയിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചത്. ഈ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറണം. അപ്പോഴ് ഇവിടെ വെക്കേഷന്റെ പരീക്ഷ കഴിഞ്ഞാല് തീരുമാനമെടുക്കും. നിങ്ങളുടെ സഹകരണം അനുസരിച്ചായിരിക്കും ഇവിടെ വെക്കേഷൻ ക്ലാസ് ഉണ്ടാകുന്നത്. അങ്ങനെ ധ്യാനം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ പേര് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ല, 50 കുട്ടികളെങ്കിലും ഇല്ലാതെ അങ്ങനെ ധ്യാനം നടത്തത്തില്ല. ഈ ധ്യാനത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഓരോരുത്തർ ചോദിക്കുന്നത്, രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടോ? രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കണോ? എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും ഉടൻ തന്നെ പൈസ അതിന്റെ പിന്നിലുള്ള ചോദ്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകം ഒരേ ദിവസം ചെല്ലുന്തോറും നാശത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തുക. BSc നേഴ്സ്, വേറെ നേഴ്സ്, എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെമ്പിള്ളാരെ മേളോട്ട് വിട്ടേച്ച് കീഴോട്ടും കുനിഞ്ഞിരിക്കുന്ന അപ്പനും അമ്മയൊക്കെ ചിന്തിച്ചോളുക. വിവാഹം കഴിഞ്ഞവര് വീട്ടിൽ പെറ്റിയെടുത്തോണ്ട് വരുമ്പോ നിങ്ങൾ വിഷമിക്കണ്ട, പ്രാർത്ഥിക്കാനും കൊണ്ടുപോവുകയും വേണ്ട. അവിടെ എല്ലാ ഇടപാടും കഴിഞ്ഞായി തിരിച്ചു വരുന്നേ. സകല ഇടപാടുകളും കഴിഞ്ഞിട്ടാണ് അവര് തിരിച്ചു വരുന്നത്. അവർക്ക് പറ്റിയ ഒരു കുഴപ്പമോ ഒരു പെണ്ണുങ്ങളും നിങ്ങൾ പറയുമോ? ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിപ്പോയിട്ടുള്ള കാര്യങ്ങള് നിങ്ങൾ മനസാക്ഷിയോടുകൂടി പറയാൻ തയ്യാറാകുമെന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കുക. നിങ്ങൾ പറയാൻ തയ്യാറാകുന്നില്ല, മൂടി വെക്കുന്നെങ്കിൽ നിങ്ങളിൽ നിന്ന് അനുഭവിച്ച സന്തതി എങ്ങനെ പറയും? എങ്ങനെ അവര് പറയുന്നത്? എനിക്ക് ഇങ്ങനെ കുഴപ്പം പറ്റി പ്രശ്നമുണ്ടാകുന്ന അവര് പറയുമോ? ഒരിക്കലും അവര് പറയത്തില്ല. അതുകൊണ്ട് എവിടെങ്കിലും പ്രാർത്ഥനയോ കൗൺസിലിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ വന്നിട്ട് പറയുന്നത്, ബ്രദറെ, എന്റെ അപ്പനോടും അമ്മയോടും ഒന്ന് പറയണേ, എന്റെ സഹോദരിയെ വിടരുത്, എന്റെ സഹോദരിയെ ഇങ്ങനെ വിടരുത് എന്ന് പറയണം. അതുകൊണ്ടാ ഇന്ന് കല്യാണമെല്ലാം കഴിഞ്ഞു കഴിയുമ്പോ കൊച്ചുങ്ങളില്ല, വിവാഹ ജീവിതം രുചിക്കുന്നില്ല, ശരിയാകത്തില്ല, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെറ്റിയെടുത്തോണ്ട് നമുക്ക് പിരിയാ. കല്യാണം കഴിയുന്ന പെണ്ണിനും ചെറുക്കനും പറയാനൊന്നുമില്ല. എപ്പ കണ്ട നേരം ഒരു ഊമയെ വല്ല ഉണ്ടോ പറയാൻ? ആ ഒന്നുമില്ല പറയാൻ. കാരണം ഉള്ളതെല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞ്, ഇനി എന്തോ പറയണ്ടേ? ഉള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞ്. അതുകൊണ്ട് മക്കളെ വന്നാലും ബ്രദറെ, മക്കളുടെ ഭാവി ഭൂതമാകുക. ഇപ്പൊ മക്കളുടെ ഭാവിയ അപ്പനും അമ്മയും എല്ലാവരും കൂടെ ചാടി വീണ് വിടുക. അവർക്ക് ഒരു ഭാവി ഉണ്ടാകണ്ടായോ? കണ്ണും കാലും എത്താത്തരുത്. അവര് പറയുന്നത്, ഞങ്ങൾ പോയി നോക്കി ബ്രദറെ, അവിടെ എല്ലാം മൊത്തം മതിൽക്കെട്ടും, ആ ഒരു കുഴപ്പമില്ല, വലിയ 3-4 പേര് കയറിയാലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പൊക്കമുള്ള ഗേറ്റും ഒക്കെ.
പെൺപിള്ളേര് വന്നിട്ട് പറയുന്നത് ഇച്ചിരി ഇടം താന്ന് മതിലിന് താഴ്ചയുള്ള സ്ഥലത്ത് പിള്ളേര് കമ്പി കൊണ്ട് വലിയ ആണിയും കമ്പിയൊക്കെ എടുത്ത് അങ്ങനെ കുഴി ഉണ്ടാക്കുന്നു. മതില് ചാടാനായിട്ട്, രാത്രി മതില് ചാടാനായിട്ട് മതിലിൽ ഇങ്ങനെ കുഴി ഉണ്ടാക്കുക ചെറുതായിട്ട്. എന്നിട്ട് അതേ കൂടെ രാത്രിയിലെ മതില് ചാടുക. BSc-ക്കാര്, നേഴ്സിംഗുകാര് അവരെ അവിടെ ഇവിടെയും പറഞ്ഞു വിട്ടിട്ട് അമ്മയും അപ്പനും ഒക്കെ നോക്കിയിരിക്കും. ഇപ്പൊ വരും, ഒരു കുഴപ്പമില്ല, യാതൊരു കുഴപ്പമില്ലാതെ വരിക. ഈ വിടാനായിട്ട് ഒരുങ്ങുന്ന അമ്മമാരെ